അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഹബീബ്മാരെ, നരകത്തെ സംബന്ധിച്ചിട്ട് പേടിയില്ലാത്ത മനുഷ്യന്മാർ ആറും ഇക്കാലല്ലേ. പരിശുദ്ധ ഖുർആൻ നരകത്തെ ഭീകരമായ അവസ്ഥ ഞങ്ങൾക്ക് ഒരുപാട് ആയത്തുകളിലൂടെ പഠിപ്പാട്ടി തന്നിട്ടുണ്ട്. മനുഷ്യ എല്ലാ ആൾമാർക്കും നരകത്തുക്ക് പോവാണ്ട് സ്വർഗത്തുക്ക് പോയിട്ടിക്കട് ആശ അത്രയും ഭയാനകമായിട്ടിക്കട് നരകത്തെ അവസ്ഥ ഉണ്ടായിട്ടിക്കട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നിരും. മാത്രവുമല്ല, ആ നരകത്തെ സംബന്ധിച്ചിട്ട് അള്ളാഹുട്ടെ എപ്പോഴും കാവൽ കേൾക്കൊണ്ടുകൊണ്ടൊരു വിധങ്ങൾ പഠിപ്പാട്ടി ഞങ്ങളുടെ എപ്പോഴും ദുആർക്കു ചൊന്നൊരു ദുആയിട്ടിക്കട് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ. ആ ദുആയുടെ അവസാനത്തിൽ ചൊല്ലിയിട്ടിക്കട് വഖിന അദാബന്നാർ. റബ്ബേ, നരകത്തെ ശിക്ഷരെ തൊട്ടു ഞങ്ങളെല്ലാ ആൾമാരെയും നീ സംരക്ഷിക്കുന്നുകൊണ്ടു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നിട്ടുണ്ടായെങ്കിൽ ആ നരകത്തെ 7 പേരും ആ നരകത്തിൽ കിടക്കണമെങ്കിൽ മനുഷ്യന്മാർ ആരെല്ലാം ചെന്നിട്ട് വിശദീകരിക്കണമെങ്കിൽ ഒരു വീഡിയോ ഇട്ടിക്കട് ഞങ്ങളെ ഇന്നത്തെ വീഡിയോ. സൂറത്തുൽ ഹിജ്റിന്റെ 43-44 ആയത്തിൽ അള്ളാഹു ചൊല്ലുടാ വ ഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ ലഹാ സബ്അതു അബ്വാബിൻ ലിക്കുല്ലി ബാബിൻ മിൻഹും ജുസ്ഉൻ മഖ്സൂം. അനുസരിക്കാത്ത മനുഷ്യന്മാർക്ക് നരകത്തെ ഞങ്ങൾ വാഗ്ദാനാക്കി കൊടുത്തുറ. ആ നരകത്തുക്ക് 7 ഡോറുണ്ടു. ആ 7 ഡോറിലൂടെയും കടക്കിടങ്കെത്ത മനുഷ്യന്മാരെയും ഞങ്ങൾ അംശയിച്ച് വെച്ചിറാണ്ട് സൂറത്തുൽ ഹിജ്റിന്റെ 43-44 ആയത്തിൽ അള്ളാഹു ചൊന്നിട്ടുണ്ടായെങ്കിൽ ആ 7 നരകയിട്ടിക്കറ് ഞങ്ങളെ ഇന്നത്തെ വീഡിയോത്തെ ചർച്ചാ വസ്തു. നരകത്തെ 1ാമത്തെ പേര് ഹാവിയാണ്ടേറ്റിക്കട്, അൽ ഹാവിയാണ്ടേറ്റിക്കട്. പരിശുദ്ധ ഖുർആനിൽ അതിൽ സൂചന തന്നത് വ അമ്മാ മൻ ഖഫ്ഫത്ത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. അൽ ഖാരിയത്ത് സൂറത്തിൽ 1ാമത്തെ ആയത്തിലേറ്റിക്കട് ചൊന്നുറേ. ഏതെങ്കിലും ഒരു മനുഷ്യന്മാർ അങ്ങ് ദുനിയാവിൽ ജീവിക്കുന്ന ടൈമുള്ളൂ അങ്ങാക്കിയ ഇബാദത്തിറെ തൂക്ക കൊറടിന്നുണ്ടായെങ്കിൽ, അതായത് ബേനായത്ര ഇബാദത്ത് എടുക്കാത്ത മനുഷ്യന്മാരെന്നുണ്ടായെങ്കിൽ, അള്ളാഹു അനുസരിക്കാത്ത ഇബാദത്ത് കുറഞ്ഞ മനുഷ്യന്മാർ അങ്ങ പോണ്ട് നരകയിട്ടിക്കട് ഹാവിയ ചൊല്ലുടെ നരകാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഖാരിയ ഓതിട്ട് നമുക്ക് പഠിപ്പാട്ടി തന്നത്. 1ാമത്തെ നരക അതയിട്ടിക്കട് ഹാവിയ. ഈ നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്മാർ ആരോഗ്യമുണ്ടായെങ്കിൽ മുനാഫിക്കീങ്ങയിട്ടിക്കട് കപട വിശ്വാസികൾ. എതിരിലൊന്നു പുറത്തൊന്നു, എതിരിലൊന്നു ബെർഗത്തിലൊന്നു, മനസ്സിലൊന്നു പുറത്തൊന്നു കാട്ടിട്ട് നടക്കണമെങ്കിൽ കപട വിശ്വാസിങ്ങ മുനാഫിക്കീങ്ങ. ആ മുനാഫിക്കീങ്ങ കിടക്കുന്ന നരകയിട്ടിക്കട് ഹാവിയ ചൊല്ലുന്ന നരക്ക. ഈ നരകത്ത് ഏറ്റവും അടിത്തട്ടയിട്ടിക്കട് ഇതിലയിട്ടിക്കട് മുനാഫിക്കീങ്ങ കിടക്കടെ 1ാമത്തെ നരകയിട്ടിക്കട് അൽ ഹാവിയ. ഇനി 2ാമത്തെ നരക ഏതുണ്ട് നമുക്ക് നോക്കാം. അൽ ജഹീം ആയിട്ടിക്കടുത്ത പേര് ജഹീം എന്ന നരക. പരിശുദ്ധ ഖുർആൻ സൂറത്തു ദുഖാന്റെ 74ാമത്തെ ആയത്തിലേറ്റിക്കട് ആ നരക പരിചയപ്പെടുത്തേ. ഖുദൂഹു ഫഅതിലൂഹു ഇലാ സവാഇൽ ജഹീം. അള്ളാഹു മലായിക്കത്തിട്ട് ആദേശം കൊടുക്കടാ, ദോഷാക്കിയെങ്കിൽ ആ മനുഷ്യന്മാരെ നിങ്ങൾ പിടിച്ചുകൊണ്ട് പോയിട്ട് ജഹീം ചൊല്ലുടെ നരകത്തെ നടുവ് ഇടറിന്നിട്ട് അള്ളാഹു മലായിക്കത്ത് ഓർഡറാക്കട ആജ്ഞാപിക്കറാണ്ട് സൂറത്തു ദുഖാൻ പഠിപ്പാട്ടിങ്കത്തെ ജഹീം ചൊല്ലുടെ നരക്കയിട്ടിക്കട് 2ാമത്തെ നരക്ക. ഈ ജഹീം ചൊല്ലുടെങ്കത്തെ നരകത്തിൽ പ്രവേശിക്കട മനുഷ്യന്മാർ ആരുണ്ട് കേട്ടുണ്ടായെങ്കിൽ അൽ മുഷ്രിഖൂന മുഷ്രിഖീങ്ങായിട്ടിക്കട് അള്ളാഹു ബഹു ആരാധന ആക്കിയ ആൾമാർ, അള്ളാഹു ഷിർക്ക് ആൾമാർ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു സൊറൈറ്റിക്കട് അവൻ്റെ ഒട്ടിಗೆ വേറെ ഒരാളെയും ഭാഗീദാരിക്ക് ആക്കടി ഇബാദത്തെടുക്കണമെങ്കിൽ വിഷയത്തിൽ അള്ളാഹു ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു വിഷയം ഇട്ടിക്കട്. അങ്ങനെ അള്ളാഹുരൊട്ടിಗೆ വേറെ ആളെയും സേർപാടിയിട്ട് ഇബാദത്തെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ആരാധിക്കണമെങ്കിൽ മൂർത്തി പൂജ ആക്കട ആൾമാർ, വിഗ്രഹ പൂജ ആക്കട ആൾമാർ എല്ലാം ഈ മുഷ്രിക്കീങ്ങല്ല ഇട്ടിക്കട് പണ്ട് ഇങ്ക് അള്ളാഹു താല റെഡിയാക്കി വെച്ച് നരക ഇട്ടിക്കട് ജഹീമു ചൊല്ലുടെ നരക. അത് 2ാമത്തെ നരക ഇട്ടിക്കട്. ഇനി നമുക്ക് 3ാമത്തെ നരക ഏതിട്ട് നോക്കാം. സഖറിൻ്റെ ഇട്ടിക്കട് ആ നരകത്തെ പേര് സഖർ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുദ്ദസിറിലത് പഠിപ്പാട്ടിത്തണ്ട്. മാ സലകകും ഫീ സഖർ ഖാലു ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ. ആ സഖർ ചൊല്ലുടെ നരകത്തിൽ കടന്ന് ആൾമാർട്ട അള്ളാഹു കേക്കടാ, നിങ്ങൾ ഈ സഖർ ചൊല്ലുടെ നരകത്ത് പോലുള്ള കാരണം എന്തുണ്ട് കേട്ടിട്ടാ മങ്ങ ചൊല്ലാറ് ലം നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾ നിസ്കരിച്ചുകൊണ്ടില്ലാന്ത്, ഞങ്ങൾ പാവത്തെ മിസ്കീന്മാർക്ക് ഫുഡൊന്നും കൊടുത്തോണ്ടില്ലാന്ത്. അത് കാരണത്തിലായിട്ടേക്ക് അള്ളാഹു താല ഈ സഖർ ചൊല്ലുടെങ്കിത്തെ നരകത്ത് ഞങ്ങൾ ഇട്ടുറാണ്ട് പരിശുദ്ധ ഖുർആന് മുദ്ദസ്സിർ സൂറത്തിലൂടെ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നെ
നിന്നുണ്ടായെങ്കിൽ ആ നരകത്ത് അള്ളാഹു ഇട്ടെങ്കിൽ താൽമാറാറുണ്ട് കേട്ടുണ്ടായെങ്കിൽ നക്ഷത്രത്തെ ആരാധിക്കണമെങ്കിൽ താൽമാറായിട്ടിക്കട് അള്ളാഹുടെ ആരാധിക്കാണ്ട് നക്ഷത്രത്തെ ആരാധിക്കടേ നക്ഷത്രത്തിൽ പൂജാക്കട ആൾമാർ സക്കറ് ചൊല്ലുടെ നരകത്ത് കിടക്കിടാറുണ്ടായിട്ടിക്കട് മഹാന്മാർ അങ്ങനെ കിതാബിൽ രേഖപ്പെടുത്തിരേ. ഇത് മൂന്നാമത്തെ നരകയിട്ടിക്കട്. നാലാമത്തെ നരകത്തെ പേര് ലലാണ്ടായിട്ടിക്കട് ലലാ നരകം. ഖുർആനുടെ മാരിജ് സൂറത്തിൽ വ്യക്തമായിട്ട് ചൊന്നുണ്ട് കല്ല ഇന്നഹാ ലലാ നസ്സാഅത്തൽ ലിശ്ശവാ. നിശ്ചയമായിട്ടും അത് നല്ല തീയയിട്ടിക്കിട് നരകയിട്ടിക്കിട് അതിരെ ആ തീയിൽ ആ നരകത്തിൽ കത്തുപാട്ടെങ്കിൽ തെത്തി ಅದಕ್ಕೆ ഭയങ്കര പവറുണ്ട് ധഗധഗിസിരെ നരകയിട്ടിക്കിട്. ആ നരകത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യ പൂന്നുണ്ടായെങ്കിൽ ഓൺ ദി സ്പോട്ടിൽ അവൻ്റെ തോലെല്ലാം ഉറിഞ്ഞു പോണ്ടു ചെന്നിട്ടു പരിശുദ്ധ ഖുർആൻ മാരിജ് സൂറത്തിൽ പരിചയപ്പെടുത്തിയെങ്കിത്തെ നരകയിട്ടിക്കിട് ലലാചൊല്ലുടെ നരക അത്യന്ത ഭീകരമായ തീന്നെങ്കിത്തെ ഒരു നരകയിട്ടിക്കിട്. ആ നരകത്ത് കിടക്കിട ആത്മാർ ആരുണ്ട് കേട്ടെങ്കിൽ ഇബ്ലീസും മജൂസിയായിട്ടിക്കിട്. ഇബ്ലീസ് ലാനത്താകപ്പെട്ട പകയൻ ഇബ്ലീസ് ലാനത്തുല്ലാഹി അലൈഹിം അവൻ്റെ അനുയായി ഇങ്ങ് കിടക്കിടങ്കിത്തെ നരകയിട്ടിക്കിട് ഈ ലലാചൊല്ലുടെ നരക. അതേപോലെ അള്ളാഹുഗു ആരാധിക്കാണ്ട് തീക്ക് ആരാധിച്ചുകൊണ്ടിരുന്ന് അഗ്നി ആരാധന ആക്കണമെങ്കിൽ ആൾമാർ അങ്ങ് കിടക്കുന്ന നരകയിട്ടിക്കിടല്ല അല്ല. ഇബ്ലീസും ഇബ്ലീസിലെ ആ ഒരു അനുയായികളും അതിരൊട്ടികമേ മജൂസിങ്ങ അള്ളാഹുക ആരാധിക്കാണ്ട് തീക ആരാധിച്ചെങ്കിൽ ആൾമാർ കിടക്കുന്ന നരകത്തെ പേരായിട്ടിക്കിട് ലല്ലാ ചൊല്ലുടെ നരക. ഇത് നാലാമത്തെ നരകയിട്ടിക്കിട്. ഇനി അഞ്ചാമത്തെ നരകയിട്ടിക്കിട് ഹുതമ അൽ ഹുതമ ഹുതമ ചൊല്ലുടെങ്കിത്തെ നരക. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുമസിൽ അത് പരിചയപ്പെടുത്തത് കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. തീർച്ചയായിട്ടും അവൻ്റെ പൊടിയാക്കിടങ്കിത്തെ ഹുതമ ചൊല്ല നരകത്ത് കീരിയോഗോടുണ്ട് എരിരാടി ചെന്നിട്ടു പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തത്. ആ നരകത്ത് ഇട്ടുണ്ടായെങ്കിൽ ഹുതമ ചൊല്ലുള്ള നരകത്ത് ഇട്ടുണ്ടായെങ്കിൽ കല്ല് പൊടിയായെങ്കിൽ ഇട്ട സാത്തിಗೆ ശരീരം മുഴുവനും പൊടിയാവിടെങ്കിൽ ഒരു നരകയിട്ടിക്കിട് ഭയങ്കര ഭീകരമായ ഒരു നരകയിട്ടിക്കിട് ഹുതമ ചൊല്ലുള്ള നരക. ആ നരകത്തിലായിട്ടിക്കിട് അള്ളാഹു യഹൂദികളുണ്ട് ഈ ലോകത്തുള്ളെങ്കത്തെ മുസ്ലിമീങ്ങളെയും അല്ലാത്തങ്ങളെയും അന്യായാക്കിയിട്ട് കൊന്നുകൊടുക്കണമെങ്കിൽ യഹൂദിമാർ ആ യഹൂദിമാരെ കടക്കണമെങ്കിൽ നരകത്തെ പേരായിട്ടിക്കട് ഹുതമ. ആ ഹുതമ ചൊല്ല നരകത്തെ ഇട്ടിക്കട് അള്ളാഹു താല യഹൂദികളിട്ടിട്ട് ശിക്ഷയിക്കടെ ഭയങ്കര ഭീകരമായ ഭയങ്കര ബീഭത്സ്യമായ ഒരു നരകയിട്ടിക്കട്. ഇത് ഞങ്ങളെ അഞ്ചാമത്തെ നരകമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആറാമത്തെ നരകത്തെ പേരായിട്ടിക്കട് സഈർ. സഈർ ചൊല്ലുടെങ്കിത്തെ നരക. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ അത് വിശദീകരിക്കട് ബൽ കദ്ദബു ബിസ്സാഅതി വഅഅതദ്നാ ലിമൻ കദ്ദബ ബിസ്സാഅതി സഈറ. അന്ത്യനാൾ ഇല്ലാണ്ട് ചൊല്ലുടെങ്കിത്തെ വിശ്വസിക്കണമെങ്കിത്തെ ആൾമാർ അന്ത്യനാളുടെ കിയാമത്ത് നാൾ സംഭവിക്കുന്നത് ചൊന്നിട്ടു നിഷേധിക്കണമെങ്കിത്തെ ആൾമാർക്ക് ഞങ്ങൾ സഈർ ചൊല്ലുടെങ്കിത്തെ നരക റെഡിയാക്കി വെച്ചടാ. അത് ഭയങ്കര സ്ട്രോങ്ങിൽ കത്തിട്ട് ആലിക്കത്തിറങ്കിത്തെ തീയിട്ടിക്കിട് സഈർ ചൊല്ലുന്ന നരകത്തിലുള്ളേണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുർഖാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നത് സഈർ ചൊല്ലുടെങ്കിത്തെ നരകത്തെ സംബന്ധിച്ചിട്ടിക്കിട്. ആ നരകത്തിൽ കടക്കിടങ്കത്തെ അവകാശങ്ങൾ ആരുണ്ട് കേട്ടുണ്ടായെങ്കിൽ അത് നസ്രാണിങ്ങയിട്ടിക്കിട്. നസ്രാണിങ്ങയിട്ടിക്കിട് യഹൂദിമാരെ കിടക്കിടുന്നങ്ങ് ചൊന്ന നസ്രാണിമാരെ അള്ളാഹു ബേരമേ ഒരു നരകത്ത് കയറ്റിയിട്ട് ആ നരക്കത്തെ പേരായിട്ടിക്കിട് സഈർ ചൊല്ലുടെ നരക്ക. ഭയങ്കര ഭീകരമായ ഒരു നരക്കയിട്ടിക്കിട് ഉണ്ടായിട്ടിക്കിട് ഖുർആൻ്റെ പദപ്രയോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കടേ. ആറാമത്തെ നരക്ക സഈർ ചൊല്ലുടെ നരകയിട്ടിക്കിട്. ഏഴാമത്തെ നരക ഞങ്ങൾക്ക് ഖുർആൻ പരിചയപ്പെടുത്തി തൻ്റെത് ജഹന്നമയിട്ടിക്കിട്. ഞങ്ങൾ സാധാരണഗതിയിൽ ദ്വാരക്കിടയിട്ടിക്കിട് ജഹന്നം എന്ന നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാണ്ട് ഞങ്ങൾ ദ്വാരക്കിടല്ലേ. അത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹഫിലായിട്ടിക്കിട് പടിപ്പാട്ടി തന്നെ ഇന്ന അഅതദ്നാ ജഹന്നമ ലിൽ കാഫിരീന നുസുല. കാഫിരീങ്ങൾക്ക് സത്യം നിഷേധിക്കണമെങ്കിൽ ആൽമാറുക ജഹന്നം എന്ന നരക ഞങ്ങൾ റെഡിയാക്കിയിട്ട് വെച്ചാണ്ട് സൂറത്തുൽ കഹഫിലൂടെ അള്ളാഹു നമുക്ക് പടിപ്പാട്ടി തന്നെങ്കിൽ ആ നരകത്ത് കിടക്കിട ആൽമാർ ആറുണ്ട് കേട്ടുണ്ടായെങ്കിൽ ഉസാത്തുൽ മുബഹിദീന ഈമാനിന്നെങ്കത്തെ മുസ്ലിമീങ്ങ ഈമാനുള്ള മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ നിന്ന് തപ്പു ആക്കുന്ന മനുഷ്യന്മാരുള്ളാരെ ആ തപ്പു ആക്കുന്ന മനുഷ്യന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന നരകയിട്ടിക്കിട്ട് ജഹന്നമ ചൊല്ലടങ്കിത്തെ നരക. ആ നരക അത് ഇസ്ലാമിൽ നിന്നെങ്കത്തെ ഈമാനിൽ നിന്നെങ്കത്തെ മനുഷ്യന്മാർ ആ മുഅ്മിനായ മനുഷ്യന്മാരുടെ ഭാഗത്തിൽ തപ്പ് വന്നിട്ട് പോകുമ്പോൾ ആ തപ്പുടെ ശിക്ഷിച്ചിട്ട് ശുദ്ധീകരിക്കുവാനായിട്ട് അള്ളാഹു താല ഇണ്ടെങ്കത്തെ ഒരു നരകയിട്ടിക്കിട്ട് ജഹന്നമ. അതുകൊണ്ട് ഇട്ടിക്കിട്ട് സാധാരണ എല്ലാ മുഖത്തും ജഹന്നം എന്ന നരകത്തിനെ തൊട്ട് കാക്കണേ
കൊടുക്കണേ അല്ലാണ്ട് ഞങ്ങൾ ദ്വാർക്കോ ജാസ്തി ദ്വാർക്കോ ഉള്ള കാരണം അതേറ്റിക്കട് മുസ്ലിമീങ്ങളിൽ നിന്ന് മുഅ്മിനീങ്ങളിൽ നിന്ന് തപ്പാക്കിയ ആൾമാർ പൊണ്ടി നരക്കയിട്ടിക്കട് ജഹന്നം എന്ന നരക്ക. ഇത് 7ാമത്തെ നരകമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാം. നരകത്തെ വിശദീകരിച്ച ജാഗരെല്ലാം ആ നരകത്തെ ഭയങ്കര ഭയാനകമായ ഒരു അവസ്ഥയെ വിവരിച്ചത് കാണുമ്പോൾ ഭയങ്കര ബേജാറാവുടു. ദുഃഖങ്ങൾ പണ്ട് നരകത്തിൽ കിട്ടണമെങ്കിൽ കുടിക്കോ കിട്ടണമെങ്കിൽ തന്നി അവിടെ ചൂടു അവിടെ വാതാവരണ വിശദീകരിച്ച കിതാബിലെല്ലാം നോക്കുമ്പോൾ വല്ലാണ്ട് പേടിയാവിടെ എനിക്കൊരു സന്ദർഭമായിട്ടിക്കട്. അതുകൊണ്ട് നരകത്ത് കിടക്കണമെങ്കിൽ ഒരു കർമ്മങ്ങളും ഒരു സ്വരവും ഞങ്ങളെ ഭാഗത്തിൽ ബറാത്ത പോലെ ജീവിക്കും ഞങ്ങൾ ട്രൈ ആക്കുക. ಅದರೊಟ್ಟಿಗೆ ಪಡಚರಬುಟ್ಟ ನರಗತ್ತೆ ತೊಟ್ಟು ಕಾವಲು ತೊಡ್ಡದು ಅಧಿകരിಪಿಕ್ಕ ವಕ್ಕಿನ ಅದಾಬನ್ನಾರ പോലത്തെ ദുആകൾ ഞങ്ങൾ അധികരിപ്പിക്കുക. റബ്ബുൽ ഇസ്സത്തായ അള്ളാഹു ഞങ്ങളെല്ലാ ആൾമാരെയും നരകത്തെ തൊട്ട് കാത്ത് സലാമത്താക്കട്ടെ. ഞങ്ങളെ അബ്ബ ഉമ്മ എലങ്ങ മൂത്തങ്ങ കുഞ്ഞുമ്മമാർ മാമിമാർ ദുആ കൊണ്ട് വസിയത്താക്കിയങ്ങ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടങ്ങ ഈ ക്ലാസ് കേൾക്കടങ്ങ പഠിക്കട കാലം മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് സഹായിച്ചങ്ങ ഭക്ഷണങ്ങൾ തന്നങ്ങ കിതാബ് വസ്ത്രങ്ങൾ വാഹനങ്ങൾ തന്നങ്ങ ഞങ്ങളെ മുത്തഅല്ലിമീങ്ങളെ കുടുംബക്കാർ ആരല്ല എവിടെയുള്ള ഉള്ളാറ അർഹമർ-റാഹിമായ അള്ളാഹു എല്ലാവിധ ബുദ്ധിമുട്ടുകളെ തൊട്ട് പ്രത്യേകിച്ച് നരകത്തെ തൊട്ട് കാത്തിട്ട് സ്വർഗത്ത് കിടക്കണമെങ്കിൽ അവസ്ഥ അള്ളാഹു എത്തുപാടി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ-റാഹിമീൻ.